വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഐഷുക്കുട്ടി എന്ന കഥ. ഐഷുക്കുട്ടി നോവ് കെട്ടി നിൽക്കുകയായിരുന്നു. ഡോക്ടറെ കൊണ്ടുവരാതെ അവൾ പ്രസവിക്കയില്ലെന്ന് ശാഠ്യം പിടിച്ചു. വേദന ഭാവിച്ചുകൊണ്ട് ഉച്ചത്തിൽ അവൾ നിലവിളിക്കാൻ തുടങ്ങി. എന്റെ മുത്തുനബിയെ, ദാക്കിത്തറ കൊണ്ടുവാ. മോളെ, വയറ്റാട്ടി ഐഷുക്കുട്ടിയുടെ വൈക്കോൽ തുറുപോലെ വീർത്തു ചാടിയ വയറു തടവി ആശ്വസിപ്പിച്ചു. ഒന്ന് തിരിഞ്ഞു കടന്ന് മുക്ക്, ഇപ്പൊ ഇന്ന് പോരും. ഇല്ല, ഐഷുക്കുട്ടി തുറിച്ച കണ്ണുകളോടെ വിമ്മിട്ടപ്പെട്ടു. ഞാൻ മരിക്കട്ടെ. അത് വളരെ ഉറക്കെയാണ്. കിഴക്ക് വശത്ത് വരാന്തയിൽ കൂടിയിരുന്ന സ്ത്രീകളും പടിഞ്ഞാറ് വശത്ത് മുറ്റത്തും മറ്റുമായി കൂടി നിന്നിരുന്ന പുരുഷന്മാരും കേൾക്കെ, ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ തീർച്ചയായും അവൾ മരിക്കുന്നതാണെന്ന ഭയങ്കര വൃത്താന്തം അങ്ങനെ പൊതുജന ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അവൾ മരിക്കുകയാണെങ്കിൽ അതിനുള്ള കാരണക്കാർ അവളുടെ ഭർത്താവും അമ്മായി തള്ളയുമായിരിക്കും. എങ്ങനെയെങ്കിലും അവർ പോയി ഡോക്ടറെ കൊണ്ടുവരും. കുറഞ്ഞത് 60 രൂപയെങ്കിലും ചെലവാക്കും. ഡോക്ടർ വന്നില്ലെങ്കിലും ഐഷുക്കുട്ടി പ്രസവിക്കും. പക്ഷേ ഡോക്ടർ വരുന്നത് ഒരു അന്തസ്സല്ലേ? അയൽപ്പക്കങ്ങളിലെ പണക്കാരുടെ വീടുകളിൽ കാറിൽ ഡോക്ടറെ കൊണ്ടുവരുന്നില്ലേ? ഐഷുക്കുട്ടിയുടെ ഭർത്താവിന് പണമില്ലെങ്കിലും 60 രൂപ അയാൾ എവിടെ നിന്നെങ്കിലും ഉണ്ടാക്കട്ടെ. ആരോടെങ്കിലും കടം വാങ്ങിക്കാമല്ലോ. ഇല്ലെങ്കിൽ എന്തെങ്കിലും വിറ്റ് 60 രൂപ ഉണ്ടാക്കട്ടെ. ആയിടെ ഭർത്താവിന്റെ അനുജന്റെ ഭാര്യ ആസിയാമ്മ പ്രസവിച്ചപ്പോ ഡോക്ടറെ കൊണ്ടുവന്നത് എങ്ങനെയാണ്? അതുപോലെ എന്തെങ്കിലും വിറ്റ് പണം ഉണ്ടാക്കട്ടെ. ആസിയാമ്മയ്ക്ക് വേണ്ടി അവളുടെ ഭർത്താവ് എന്തെല്ലാം ചെയ്യുന്നു. ആസിയാമ്മയാണെങ്കിൽ ശകലം താണതുമാണ്. ആസിയാമ്മയുടെ ബാപ്പയുടെ ഉമ്മുമ്മായുടെ ഭർത്താവ് മാർക്കം കൂടിയതായിരുന്നു. അങ്ങനത്തെ താഴ്ചയൊന്നും ഐഷുക്കുട്ടിക്കില്ല. പെണ്ണുങ്ങൾ കൂടുമ്പോ ഐഷുക്കുട്ടിക്കും പറഞ്ഞുകൂടെ? ഓ, ഞാൻ ബറ്റപ്പയും ദാക്കത്തരെ കൊണ്ടുവന്ന് എണ്ണിക്കൊണ്ട് 50 രൂപയാ കൊടുത്തത്. വീടിന്റെ ബാതുക്ക വന്ന് മോട്ടര്, അതിനും കൊടുത്തു 10 രൂപ. അന്നാലും എന്റെ പെണ്ണെ, ദാക്കത്തരയിലുണ്ടല്ലോ ഒരു കൊയല്, അത് വെച്ച് നോക്കിയാലേ എന്റെ മാണ് 30 ജ്യൂസുള്ള മുസാബിനാണെ വയറ്റിക്കിടന്ന് പുള്ള ചിരിക്കണ കാണാം. ഇങ്ങനെ ആസ്യാമ എപ്പോഴും പറയും. നാട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ അത് വാഴ്ത്തി പറയാറുമുണ്ട്. അത് കേൾക്കുമ്പോ ഐഷുക്കുട്ടിക്ക് ഹാലിളകും. അതുപോലെ ഡോക്ടറെ കൊണ്ടുവരണമെന്ന ആശ ആദ്യത്തെ പ്രസവത്തിന് ഉണ്ടായതാണ്. പക്ഷേ പ്രസവ സമയത്ത് അവൾ അത് മറന്നുപോയി. എന്നാൽ ഇത്തവണ അങ്ങനെ അബദ്ധം പറ്റുകയില്ല. എങ്കിലും വയറ്റാട്ടി അതിനെതിരാണ്. ഡോക്ടറെ വരുത്തേണ്ട ആവശ്യമില്ലെന്ന് അവർ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ലക്ഷണം കാണുമ്പോ അറിഞ്ഞുകൂടെ? 100 സ്ത്രീകളുടെ പിള്ള വാങ്ങിയവരല്ലേ. എന്നാലും ഐഷുക്കുട്ടിക്ക് ദേഷ്യവും സങ്കടവുമാണ്. ആസിയാമ്മയേക്കാൾ താണവളാണോ ഐഷുക്കുട്ടി? ബദ്രീങ്ങളെ, അവൾ പല്ല് കടിച്ചുകൊണ്ട് അലറി. ദാക്കത്തര കൊണ്ടുവാ. ഐഷുക്കുട്ടിയുടെ അമ്മായി തള്ള ആ ഇരുട്ടുമുറിയിൽ കടന്നു ചെന്ന് സാധ്യതയോട് അപേക്ഷിച്ചു. ഐഷുക്കുട്ടി, മോളെ, നീ ഇങ്ങനെ പറയല്ലേ. അവന്റെ കൈ കാശില്ല. എന്റെ പൊന്നല്ലേ, നീ അങ്ങ് പെറ. എന്റെ പൊന്നു മാമി, ഐഷുക്കുട്ടി കരഞ്ഞു. പടച്ചോനെ വിചാരിച്ച് ദാക്കിത്തര കൊണ്ടുവാ. എന്റെ റബ്ബേ, എന്തു വൈ. അമ്മായി തള്ള കേണു. ഹോ 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 എന്ന് പുകച്ചിൽ ഭാവിച്ചുകൊണ്ട് ഐഷുക്കുട്ടി ഭിത്തിയിൽ ചാരിയിരുന്നു. വയറ്റാട്ടി നിലവിളക്കിലെ തിരി നീട്ടിക്കൊണ്ട് പറഞ്ഞു, മോളെ കിടക്ക്. ഐഷുക്കുട്ടി കഠിനമായ ദേഷ്യത്തോടെ വയറ്റാട്ടിയെ തുറച്ചു നോക്കി. എന്നിട്ട് സങ്കടകരമായ നിലവിളിച്ചു. അമ്മായിത്തള്ള വീണ്ടും വീണ്ടും അപേക്ഷിച്ചു. ഐഷുക്കുട്ടി തീർത്തു പറഞ്ഞു, മാമിക്ക് അറിയാമേലേ ഇതിന്റെ നമ്പരം. റബ്ബേ, ദാക്കത്തര കൊണ്ടുവാ. അമ്മായിത്തള്ള അത്ഭുതപ്പെട്ടു. അവർ 9 പ്രസവിച്ചതാണ്, ഡോക്ടറെ കൊണ്ടുവരാതെ. എങ്കിലും ഐഷുക്കുട്ടി അവർ ഒന്നും പറയാതെ ഇറങ്ങിപ്പോയി. പുതിയ പെണ്ണുങ്ങളുടെ ശാഠ്യത്തെ പറ്റി അവർക്ക് വളരെ അറിയാം. സ്വന്തമായ അനുഭവങ്ങൾ വളരെ ഇല്ലേ. നിസാര സംഗതികൾക്ക് വേണ്ടിയാണ് ആണുങ്ങളെ വിഷമിപ്പിക്കുകയും അവരെ കൊല്ലാക്കൊലയ്ക്ക് കൊടുപ്പിക്കുകയും ചെയ്യുന്നത്. സ്ത്രീജനങ്ങളുടെ മധുരമായ ഒരു സ്വഭാവവിശേഷമാണ്. എന്നാലും എനിക്ക് വേണ്ടി അത് ചെയ്തു എന്നൊരു പൊങ്ങച്ച മാത്രമേ അതിലുള്ളൂ. എന്നാൽ സ്ത്രീകൾ പൊങ്ങച്ചത്തിന്റെ മൂർത്തീകരണങ്ങളാണോ? അവർ കൊട്ടുന്ന താളത്തിന് തുള്ളുന്ന വെറും പാവകളല്ലേ പുരുഷന്മാർ? ഇതൊക്കെ അമ്മായി തള്ളയ്ക്ക് അറിയാമെങ്കിൽ തന്നെയും
ഐഷുക്കുട്ടിയുടെ പ്രസവകാര്യമായിരുന്നു അവളുടെ ചിന്താവിഷയം. ഡോക്ടറെ കൊണ്ടുവരാത്ത ഒരൊറ്റ കാരണത്താൽ ഐഷുക്കുട്ടി മരിച്ചുപോയെങ്കിലോ? പിന്നെ ബാക്കിയുള്ളവർ ജീവിച്ചിരുന്നിട്ട് കാര്യമിട്ടോ? മഹാപോക്കണക്കേട്. പക്ഷേ ഡോക്ടറെ കൊണ്ടുവരാൻ പണം വേണ്ടേ? അസം കുഞ്ഞിന്റെ പക്കലാണെങ്കിൽ കാശൊന്നുമില്ല. നേരം വെളുത്താൽ ഇരുട്ടുന്നത് വരെ ബീഡി തെറുത്താൽ അസം കുഞ്ഞിന് കിട്ടുന്ന കാശുകൊണ്ട് ആ കുടുംബത്തിന് ജീവിക്കാൻ തന്നെ വിഷമമാണ്. എങ്കിലും അവർ ചെന്ന് മകനോട് പറഞ്ഞു. അസൻ കുഞ്ഞ് അത് കേട്ട് വിഷണ്ണനായിരുന്നു. പെണ്ണേ കെട്ടേണ്ടായിരുന്നു എന്ന് പോലും അസൻ കുഞ്ഞിന് തോന്നി. പക്ഷെ എന്തു ചെയ്യും? 60 രൂപ ആരോടാണ് വാങ്ങുക? മുതലാളിയുടെ അടുത്ത് ചെന്ന് 60 രൂപ കൊടുക്കുകയില്ല. വീടും പുരയിടവും പണയം എഴുതി കൊടുത്താൽ പക്ഷെ കിട്ടിയേക്കും. എങ്കിലും അതിന്റെ ആവശ്യമുണ്ടോ? ജോലി ചെയ്ത് കടം വീട്ടാൻ ഒക്കില്ല. പലിശ കൂടി കൂടി ഒടുവിൽ പറമ്പും പുരയിടവും മുതലാളിയുടെ വകയാവും. അസൻ കുഞ്ഞ് വിഷണ്ണനായി പ്രസവമുറിയുടെ ജനൽ തുറന്ന് മുഖം കാണിച്ചു. കരളെ, ഞാൻ മരിച്ചു പോവും. അസൻ കുഞ്ഞിനെ നോക്കി ഐഷുക്കുട്ടി കരഞ്ഞു. ദാക്കിത്തര കൊണ്ടുവാ. നീ അധികം കിടന്ന് തുള്ളരുത് കേട്ടോ ഐഷുക്കുട്ടി. ഇടിച്ചു നിന്റെ അസ്ഥി ഞാൻ തകർത്ത് കളയും. നീ മരിച്ചോളൂ, എനിക്ക് പുല്ലാണ്. ഞാൻ വേറെ നിന്നെ കെട്ടും എന്ന് അസൻ കുഞ്ഞ് പറഞ്ഞില്ല. അയാൾ താണു വീണു പറഞ്ഞു. ഐഷുക്കുട്ടി പൊന്നെ, ഞമ്മക്ക് ഇങ്ങത്തെ വരണ ദാക്കിത്തരെ കൊണ്ടുവരാം. ഇങ്ങത്തെ താഴ പോരാ, ഇപ്പൊ കൊണ്ടുവരണം. അമ്പിളി അമ്മാവനെ പിടിച്ചു കൊടുക്കാൻ കഴിയുന്ന കൊച്ചു കുഞ്ഞിനെ പോലെ ഐഷുക്കുട്ടി ശാഠ്യം പിടിച്ചു. കാരണം അവളെ വളരെ ഓമനിച്ചാണ് അവളുടെ ബാപ്പയും ഉമ്മയും വളർത്തിയത്. ആ വിവാഹം തന്നെ നടന്നത് ഹസൻ കുഞ്ഞിന്റെയും ഐഷുക്കുട്ടിയുടെയും ബാപ്പമാരുടെ സ്നേഹബന്ധം മൂലമാണ്. ഐഷുക്കുട്ടിയുടെ ഉമ്മ അതിനാദ്യമേ എതിരായിരുന്നു. അനങ്ങിയാൽ അവളുടെ വിവാഹബന്ധം വേർപെടുത്തിയേക്കാൻ ഐഷുക്കുട്ടിയുടെ ഉമ്മ അസൻ കുഞ്ഞിനോട് പറയും. ഓ, എന്നാൽ ദാ കിടക്കുന്നു എന്ന് അസൻ കുഞ്ഞ് പറയുകയില്ല. അസൻ കുഞ്ഞിനേക്കാൾ പണശേഷിയുണ്ട് ഐഷുക്കുട്ടിയുടെ കുടുംബത്തിന്. അവിടെ നിന്ന് കിട്ടിയ സ്ത്രീധന തുക കണ്ടമാനം കളയുകയും ചെയ്തു. എന്നാലും അസൻ കുഞ്ഞിനോട് ഐഷുക്കുട്ടിക്ക് വളരെ സ്നേഹമാണ്. കരളേ എന്ന് എന്നെ അവളെ വിളിക്കും. അവൾ മരിച്ചു പോകുകയാണെങ്കിലോ? അസൻ കുഞ്ഞ് വിയർത്തു. മുത്തേ, ഐഷുക്കുട്ടി എന്റെ പൊന്നെ ബസിനിക്കല്ലേ എന്ന് ആശ്വസിപ്പിച്ചിട്ട് അസൻ കുഞ്ഞ് പോയി. ഐഷുക്കുട്ടി വീണ്ടും വീണ്ടും മുറവിളി കൂട്ടി. പേര് കാണാൻ ചെന്നിരുന്ന പെണ്ണുങ്ങൾ മുഖത്തോട് മുഖം നോക്കി. ആ പെണ്ണ് മരിച്ചാലും അവര് ദാക്കിത്തരെ കൊണ്ടുവരികയില്ല. അതും കേട്ടുകൊണ്ടാണ് ഐഷുക്കുട്ടിയുടെ ഉമ്മ കൊടുങ്കാറ്റ് പോലെ ചെന്ന് കയറിയത്. മോളെ ഐഷുക്കുട്ടി, എന്റെ ഉമ്മ, ഞാൻ മരിക്കും, ദാക്കിത്തരെ കൊണ്ടുവാ. ആ നാട് മുഴുവനും കേൾക്കത്തക്ക ശബ്ദത്തിൽ ഐഷുക്കുട്ടിയുടെ തള്ള പറഞ്ഞു. മകളെ, കെട്ടുതാലി പറിച്ചെങ്കിലും ദാക്കിത്തര ഉമ്മ കൊണ്ടുവരും. എന്റെ മോള് ക്ഷമിച്ചു കട. ഞമ്മൾ എത്ര മുതലും ബാങ്കിഷവും ഇല്ലാത്തവരല്ല. അങ്ങനെ 2-3 മുനകളുള്ള പ്രസ്താവനയോടെ അവർ വെളിയിലിറങ്ങി. അസൻ കുഞ്ഞിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് ഹാലിളക്കി. എന്റെ മകടെ മൊയ് അങ്ങ ചൊല്ലിയേര്. ആര് പറഞ്ഞ് ഇവളെ ഇട്ട് കട്ടപ്പെടുത്താൻ? മാമി, മനുഷ്യര് കേക്കും. ആ വയറ്റാട്ടി പറയണത് ദാക്കിത്തര് വേണ്ടെന്നാ. അവളാണോ എന്റെ മകടെ കാര്യം നിശ്ചയിക്കണത്? നിന്നെ കൊണ്ട് ഒക്കുകയില്ലെങ്കിൽ അത് പറ. നീ അവിടെ മൊയ് ചൊല്ലി വെച്ചാൽ അങ്ങ് മതി. മൊത്തിക്കൊണ്ട് അവളെ കെട്ടാൻ ആണുങ്ങൾ വേറെ ഉണ്ട്. ഞങ്ങൾ എല്ലാരും മാർക്കം കൂടി വന്നതല്ല. അത് മറ്റെല്ലാവരെയും പോലെ ആസിയമ്മയും കേട്ടു. മാർക്കം കൂടി വന്നത് അവളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെങ്കിലും അവൾ അങ്ങനെ ഭാവിച്ചില്ല. രാത്രി അതിന് 100 ഇരട്ടിയായി ഭർത്താവിനോട് പറയാമെന്ന് അവൾ വിചാരിച്ചു. മാർക്കം കൂടി വന്നത് അവളുടെ ജീവിതത്തിലെ ഒരു തീരാ കളങ്കമാണ്. അവളുടെ ഹൃദയത്തിൽ ഉഗ്രമായ കോപമുണ്ടായിരുന്നു. എങ്കിലും മുഖത്ത് നറും പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിയോടെയാണ് അസൻ കുഞ്ഞ് ഡോക്ടറെ കൊണ്ടുവരാൻ പോയ വൃത്താന്തം അവൾ ശ്രവിച്ചത്. അത് ഒരു പ്രധാന വാർത്തയായിരുന്നു. അതെല്ലാവരും അറിഞ്ഞു. സ്ത്രീകൾ അത്ഭുതത്തോടെ അന്യോന്യം പറഞ്ഞു, അസൻ കുഞ്ഞ് ദാക്കിത്തരെ കൊണ്ടുവരാൻ പോയി. അത് പ്രസവമുറിയിലും കേട്ടു. ചെന്നു പറഞ്ഞത് ആസിയാമ്മയാണ്. മനസ്സിൽ വളരെ സന്തോഷമുണ്ടായി. എങ്കിലും ഐഷുക്കുട്ടി അത് പുറത്തു കാണിച്ചില്ല. നിനക്ക് കൊണ്ടുവന്നതുപോലെ അന്തസ്സിനല്ല ഇത് എന്ന ഭാവത്തോടെയാണ് ഐഷുക്കുട്ടി ആസിയാമ്മയെ നോക്കിയത്. ഒരു സ്ത്രീയുടെ രഹസ്യം മറ്റൊരു സ്ത്രീക്കും അറിയാമെന്നുള്ള രഹസ്യം അവർ അന്യോന്യം അറിയിക്കുകയില്ല. ആസിയാമ്മ പോയി കഴിഞ്ഞപ്പോ ഐഷുക്കുട്ടി കണ്ണീരിലൂടെ മന്ദഹസിച്ചു. എന്നാൽ വലിയൊരു പരിഭ്രമം അവളെ പിടികൂടിയിരുന്നു. ഡോക്ടർ വന്നു ചേരും മുമ്പേ അവളെങ്ങാനും പെറ്റുപോയെങ്കിലോ? സമയം വരുമ്പോ എത്ര തടുത്താലും പ്രസവിക്കാതിരിക്കുമോ?
അവൾക്ക് ഭയമായി. അവൾ ആകെ വിയർത്തു. വയറ്റിൽ കിടന്ന് എല്ലാം കൂടി കുഴഞ്ഞു മറിയുന്നതായി അവൾക്ക് തോന്നി. നേർച്ചക്കാരെ ചതിക്കല്ലേ, അവൾ തന്നെ താൻ പറഞ്ഞു. മൺമറഞ്ഞു പോയ പുണ്യാത്മാക്കളെയെല്ലാം അവളുടെ പ്രസവ കാര്യത്തിൽ ബദ്ധശ്രദ്ധരായിരിക്കുന്നതിനു വേണ്ടി ഓരോരുത്തരുടെയും പേരുരുവിട്ടു. എന്റെ മഹീദീനെ, എന്റെ ബദ്രീങ്ങളെ, എന്റെ മമ്പറത്തൂലിയ, ഒടുവിൽ എന്റെ നാഹൂർ വീരായു സുവേ, ഞാൻ നാഹൂർ പള്ളിയിൽ ഒരു പൊന്നുംപിള്ളേനെ കൊടുത്തേക്കാം. ഇത്രയുമായപ്പോ ഐഷുക്കുട്ടിക്ക് ബോധ്യമായി വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാനാണെന്ന്. പെൺകുഞ്ഞായിരുന്നെങ്കിൽ അടങ്ങി ഒതുങ്ങി വല്ല മൂലയിലും കിടക്കുമായിരുന്നു. ഇതങ്ങനെയല്ല. ഉറിയിൽ പിടിച്ച് കുട്ടികൾ ആടുന്നത് പോലെ ഐഷുക്കുട്ടിയുടെ ഹൃദയത്തിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ട് അവൻ ആടുന്നു. കടിച്ചു പിടിച്ചിരിക്കുകയാണ്. കൈ അവൻ പിറകിൽ കെട്ടിയിരിക്കുന്നു. ഇപ്പോ അവൻ പണ്ടത്തിന്റെ തലയിലും കുത്തി ബാലൻസ് നിൽക്കുകയാണ്. എന്നിട്ട് എണീറ്റ് ഐഷുക്കുട്ടിയുടെ ഹൃദയം എടുത്ത് ഫുട്ബോൾ അടിക്കുന്നു. അവൾക്ക് കലശലായ വേദന. തീവെള്ളം കയറുന്നത് പോലെ തല പുകഞ്ഞു തുടങ്ങി. മുളകരച്ച് തേച്ചതുപോലെ നീറ്റലും പുകച്ചിലും. അവൾക്ക് കണ്ണു കാണാതായി. ബോധക്ഷയം വരാൻ പോകുന്നു. എങ്കിലും അവൾ സർവശക്തിയും എടുത്ത് പാല് എക്കിളിച്ച് കളയുന്ന പശുവിനെ പോലെ അങ്ങനെ കിടന്നു. മിനിറ്റുകൾ മണിക്കൂറുകളായി നീങ്ങിക്കൊണ്ടിരുന്നു. ഹൃദയം നീങ്ങിക്കൊണ്ടിരുന്നു. തലയ്ക്കകം വെന്തുകൊണ്ടിരുന്നു. അവൾ മരിച്ചു പോകുമെന്ന് പൂർണ്ണ ബോധ്യമായി. അപ്പോൾ ഒരു എരപ്പ്. അത് ക്രമേണ അടുത്തടുത്ത് വന്ന് വീടിന്റെ വാതുക്കൽ ധും എന്ന് നിൽക്കുകയും ദാക്കിത്തിര് എന്ന ശബ്ദം കേൾക്കുകയും ചെയ്തു. അതോടെ ഐഷുക്കുട്ടിയുടെ പിടിവിട്ടു. കുഞ്ഞിന്റെ തല വെളിയിലും വന്നു. ഡോക്ടർ പരിവാര സമേതനായി കിർ കിർ ശബ്ദത്തോടെ പ്രസവ മുറിയിൽ കയറി. ഐഷുക്കുട്ടിയുടെ ദേഹത്തേക്ക് കുനിഞ്ഞ് അവളെ ഒന്ന് സ്പർശിച്ചു. അവാച്യമായ ആനന്ദത്തോടെ ഐഷുക്കുട്ടി പരിപൂർണമായി പ്രസവിക്കുകയും ചെയ്തു. ഭൂലോകത്തേക്ക് ആദ്യമായി വന്ന ആ ആത്മാവിനെ അത്രയധികം താമസിപ്പിച്ചതിലുള്ള പ്രതിഷേധ സൂചകമായി അവൻ ഭയങ്കരമായി നിലവിളിച്ചു. അവൻ പാളയിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഐഷുക്കുട്ടിയെ തൊഴിച്ചേക്കുമെന്ന് പോലും അവൾ ഭയപ്പെട്ടു. എങ്കിലും ഡോക്ടർ വന്നാണല്ലോ പ്രസവിച്ചത് എന്നൊരു ചാരിതാർത്ഥ്യം അവൾക്കുണ്ടായിരുന്നു. ഇങ്ങനെ ഐഷുക്കുട്ടി ഡോക്ടറെ വരുത്തി മാനം നേടിയ കഥ വയറ്റാട്ടി അവളുടെ ഭർത്താവിനോട് പറയുകയും അവൾ ഇത് ചായക്കടയിൽ പ്രസ്താവിക്കുകയും അങ്ങനെ നാടൊട്ടുക്ക് പരക്കുകയും ചെയ്തു. അതിലും കുസൃതി പിള്ളേർ വഴിനീളെ നടന്ന് ഐഷുക്കുട്ടിയുടെ ശബ്ദം അനുകരിച്ച് നീട്ടി വിളിച്ച് ഡാക്ടറെ കൊണ്ടുവാ എന്ന് പറഞ്ഞ് നടക്കുന്നതിലും ഐഷുക്കുട്ടിക്ക് അപമാനമില്ല. ഉള്ളിലുണ്ടെങ്കിലും പുറമേ ഭാവിക്കാറില്ല. ആരെങ്കിലും അത് സൂചിപ്പിച്ചാൽ അഭിമാനപൂർവം മന്ദഹാസത്തോടെ ഐഷുക്കുട്ടി പറയും, ഓ എന്നാലും ഞാൻ പറ്റപ്പോഴും ഡാക്കിത്തരെ കൊണ്ടുവന്നല്ലോ. നന്ദി.